നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടികൾക്കുണ്ടാകുന്ന അത്ര കോമൺ അല്ലാത്തൊരു പ്രശ്നം, പക്ഷെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെയേറെ പേടിക്കുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരു കുട്ടി നമ്മൾ വാശി പിടിച്ച് ഉറക്കെ വാ തുറന്ന് പിടിച്ച് വാ പൊളിച്ച് കരയുകയോ ഛർദ്ദിക്കുകയോ ഭയങ്കരമായിട്ട് വാ തുറന്ന് ഛർദ്ദിക്കുകയോ അട്ടഹസിക്കുന്നത് പോലെ ചിരിക്കുകയോ കോട്ടുവായിടുകയോ ഒക്കെ ചെയ്യുമ്പോൾ വാ തുറന്ന് തന്നെ ഇരിക്കും. പിന്നീട് ആ വായ അടയ്ക്കാൻ പറ്റില്ല. കുട്ടിയുടെ വാ ഇങ്ങനെ തുറന്ന് തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ പെട്ടെന്ന് അമ്മമാർക്കൊക്കെ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് പേടിയാവും. പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ പാനിക് ആവും. ഇത് ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിന്റെ ആ ഒരു ഡിസ്ലൊക്കേഷൻ ആണ്. അതായത് നമ്മുടെ ജോയുടെ ഇവിടെയുള്ള ഒരു ജോയിന്റിന്റെ ഡിസ്ലൊക്കേഷൻ ആണ്. അത് കണ്ടാൽ പേടിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് അത് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു മിക്കവാറും പേര് ഡെന്റിസ്റ്റുകൾക്കെല്ലാം ഈ റിഡക്ഷൻ അറിയാം, ഈ ഒരു ടെക്നിക്ക് അറിയാം, ഇത് എങ്ങനെ മാറ്റണം എന്നുള്ളത്. അല്ലാതെ ബാക്കിയുള്ള എല്ലാ ഡോക്ടേഴ്സിനും തന്നെ ഈ ഒരു ടെക്നിക്ക് അറിയാം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡോക്ടർ അടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് വൈദ്യസഹായം തേടുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിങ്ങനെ ഇങ്ങനെ തുറന്നിരിക്കും, ആ ഒരു ചെറിയ ജോയിന്റിന് ഡിസ്ലൊക്കേഷൻ സംഭവിക്കും, അത് ആ സോക്കറ്റിൽ നിന്ന് മാറിപ്പോവും. അന്നേരം എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പരിസര പ്രദേശത്തുള്ള ജോയുടെ അടുത്തൊക്കെയുള്ള ലിഗമെന്റ്സും മസിൽസും ഒക്കെ സ്ട്രെച്ച് ആവും. അപ്പോൾ കുട്ടിക്ക് വാ തുറന്ന് തന്നെ ഇരിക്കുന്നതുകൊണ്ട് വളരെ വേദന അനുഭവപ്പെടും. ഇത് അടയ്ക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ വായിൽ ഡ്രൈനസ് ഉണ്ടാവും, വെള്ളം പുറത്തേക്ക്, വായിൽ നിന്ന് തുപ്പൽ പുറത്തേക്ക് വരും. അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും പെട്ടെന്ന് ഛർദ്ദിക്കുമ്പോഴൊക്കെയാണ് കുട്ടികൾക്ക് കൂടുതലായിട്ട് ഇത് കണ്ടിട്ടുള്ളത്. നമ്മൾ ഭയങ്കരമായിട്ട് ഈ ഫേഷ്യൽ മസിലിന് വേദന വരും, ആ ഒരു നീര് പോലെ പെട്ടെന്ന് തോന്നും. അപ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കുട്ടി കരയുകയും ചെയ്യും. അപ്പം റെഡ്യൂസ് ചെയ്യും, ഇത് കറക്റ്റായിട്ട് മാറ്റാം. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുള്ള ഈ ഡിസ്ലൊക്കേറ്റഡ് ജോയിനെ താഴോട്ട് പുഷ് ചെയ്തിട്ട് ബാക്ക്വേർഡായിട്ട് നമ്മൾ ഒരു പുഷ് കൊടുക്കുമ്പോൾ ഇത് കറക്റ്റ് ജോയിനിൽ ചെന്ന് ഒരു ക്ലിക്കിംഗ് സൗണ്ടോടുകൂടി ഒരു സൗണ്ടോടുകൂടി തന്നെ ആ ജോയിന്റിൽ വന്ന് വീഴുന്നത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ തന്നെ വാ തുറക്കാം, അടയ്ക്കാം, യാതൊരു പ്രശ്നങ്ങളും വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ വന്ന കുട്ടികൾക്ക്, ഇതിൻ്റെ ഡിസ്ലൊക്കേഷൻ വന്ന കുട്ടികൾക്ക് തീർച്ചയായും പിന്നീട് വരാനുള്ള സാധ്യതയോ ഫേഷ്യൽ മസിലിൻ്റെയോ അല്ലെങ്കിൽ ജോയുടെയൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് വേദനയോ അല്ലെങ്കിൽ തണുപ്പ് വരുമ്പോൾ ചെറിയൊരു സ്പാസ്മോ വേദനയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടിക്ക് ആയുർവേദത്തിലൊരു എണ്ണയുണ്ട്. തീർച്ചയായിട്ടും കുട്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച് ഒരു ആയുർവേദ ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. അത് മസാജ് ചെയ്യുന്നത് ആ ഒരു ജോയിന്റ് ഡിസ്ലൊക്കേഷൻ പിന്നെ വരാതിരിക്കുക. തുടർച്ചയായിട്ട് 2-3 പ്രാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ എണ്ണ ഉപയോഗിച്ചിട്ടുള്ള മസാജും ഗുണം ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.